മാക്സ് ഡിജിറ്റലിൻ്റെ ബട്ടൺ സെൻറ്ററിൻ്റെ 4ാമത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് മെസ്സേജുകൾ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗം. ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുണ്ടാവും. കുറച്ച് വലിയ വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. സെൻഡ് മെസ്സേജ് എന്നുള്ള ഭാഗത്ത് വരാം. ഇവിടെ ഏറ്റവും ടോപ്പിലായി ഡൗൺലോഡ് സാമ്പിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് മാനുവൽ ഇമ്പോർട്ട് എന്നും ഇമ്പോർട്ട് എന്നുള്ള 3 ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം. അതായത് നമ്മൾ മെസ്സേജ് അയക്കാനുള്ള കോൺടാക്റ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നത്. ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കോൺടാക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സാമ്പിൾ എക്സൽ ഫയലാണ് നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക. ജസ്റ്റ് ഞാൻ ആ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ കോളത്തിൽ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീടുള്ള വേരിയബിൾ എന്ന ഭാഗത്ത് ചില സ്ഥാപനങ്ങളുടെ ബില്ലുകൾ, അവരുടെ പെൻഡിങ് എമൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വാട്സപ്പ് ത്രൂ അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഓരോ എക്സലിൽ ഈ ഡാറ്റകളുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി എക്സലിൽ അത്തരം ഡാറ്റകൾ ഇല്ലാതെ മെസ്സേജ് അയക്കുമ്പോൾ അത് മാനുവലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് 2 രീതിയിൽ നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സമയത്തും കൺട്രി കോഡുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഏത് കൺട്രിയിലോട്ടാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് വെച്ചാൽ ആ കൺട്രി കോഡുകൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഇന്ത്യൻ നമ്പർ മാത്രമാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അതിൽ ഇന്ത്യൻ നമ്പറുകൾ മാത്രം ടൈപ്പ് ചെയ്തിട്ട് അതിൽ കൺട്രി കോഡ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും സോഫ്റ്റ്വെയറിലുണ്ട്. വേരിയബിൾ 1 ഞാൻ കൊടുക്കുന്നത് ബിൽ ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹെഡിൽ മാറ്റം വരുത്താം. ഞാനിവിടെ ബിൽ നമ്പർ എന്ന് കാണിക്കുന്നു. അടുത്ത ഓപ്ഷനിൽ ബിൽ ഡേറ്റ് എന്ന് കാണിക്കുന്നു. ബിൽ വാല്യൂ. മൂന്ന് വേരിയബിളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് ബിൽ നമ്പറാണ്. ഞാനിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിൽ ഡേറ്റിൽ നമുക്കവിടെ ഒരു ഡേറ്റ് കൊടുക്കാം. ഇനി വാല്യൂ എന്നുള്ളിടത്ത് നമുക്കൊരു വാല്യൂ കാണിക്കാം. ഇതേ രീതിയിലായിരിക്കും പല സമയത്തും എക്സലിൽ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് ഇമ്പോർട്ട് ചെയ്താൽ ഇത് എററായിട്ട് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഞാനിത് സേവ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇമ്പോർട്ട് എന്നുള്ള ഭാഗത്ത് വരാം. സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ ഈ രീതിയിൽ തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഈ നമ്പറിൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ ഈ രീതിയിലാണ് ഈ നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടല്ല വന്നിട്ടുള്ളത്, എററുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ ഇതിൽ മെസ്സേജ് പോവില്ല. അപ്പോൾ നമ്പറുകൾ കറക്റ്റ് എക്സൽ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കോളത്തിൽ ഇപ്പോൾ കുറേ നമ്പറുകളുണ്ട്. ഇത് മൊത്തം സെലക്ട് ചെയ്യുക. എക്സൽ ഇവിടെ ഈ ജനറൽ എന്നുള്ള ഭാഗത്ത് വന്നാൽ, നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ജനറൽ എന്നുള്ളതിൽ വന്നാൽ ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ രീതിയിൽ അത് കൊടുത്താൽ 10 അക്ക നമ്പറാണ് അല്ലെങ്കിൽ 11 അക്ക ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ട് എന്നുള്ള ഭാഗത്ത് വരാം. മാനുവൽ ഇമ്പോർട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇമ്പോർട്ടിൽ വരാം. ആദ്യം നമുക്ക് ഇവിടെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ഫയൽ കൊടുക്കുക.
അതിൻ്റെ ഒരു റിവ്യൂ നമുക്കവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് കൊടുക്കാം നമുക്ക്. ഇനത്തിൽ നമുക്കിവിടെ വന്നിട്ട് വേരിയബിൾ 1 സെറ്റ് ചെയ്യാം. വേരിയബിൾ 2 ബിൽ ഡേറ്റ് ആണ്. അതായത് വേരിയബിൾ 1 എന്ന് പറയുന്നത് നമ്മുടെ ബിൽ നമ്പറാണ്. ഇനി ബിൽ ഡേറ്റ് വേരിയബിൾ 2 സെറ്റ് ചെയ്ത് കൊടുക്കാം. ബിൽ വാല്യൂ വേരിയബിൾ 3 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ ഒരു റിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3 എന്ന് പറഞ്ഞിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് കാണാം. ഇനി നമുക്ക് മാനുവലായിട്ട് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. മാനുവലായിട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്പേഴ്സുകൾ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് വെച്ച നമ്പേഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്യാണ്. ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കൺട്രി കോഡ് കൊടുത്തിട്ടില്ല. ഇനി ഞാനത് ഇമ്പോർട്ട് ചെയ്താൽ ഇവിടെ നമുക്കൊരു യെല്ലോ മാർക്കിൽ ഈ നമ്പർ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന് കൺട്രി കോഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻസേർട്ട് കൺട്രി കോഡ് എന്നുള്ള ഭാഗത്ത് വന്നിട്ട് ഏതാണ് കൺട്രി ചില കൺട്രി കൊടുക്കാം. അപ്ലൈ ചെയ്താൽ അതിൽ കൺട്രി കോഡ് അപ്ലൈ ചെയ്ത് വരും. അപ്പോൾ കൺട്രി കോഡ് ഇല്ലാത്ത ആളുകൾക്ക് ആ നമ്പറുകൾ എന്ത് ചെയ്താൽ മതി, മാനുവലായിട്ട് വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം അത് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൺട്രി കോഡ് എന്ന ഭാഗത്ത് വന്നിട്ട് കൺട്രി കോഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് മെസ്സേജ് കൊടുക്കാം. മെസ്സേജ് കൊടുക്കുമ്പോൾ ഫസ്റ്റിൽ നമ്മോട് ചോദിക്കുന്നത് ടെംപ്ലേറ്റുകൾ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളിവിടെ നേരത്തെ WA സെൻറ്റർ എന്ന് പറയുന്നൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഇതിൽ ഓപ്ഷൻ ചോദിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ആളുകളും ഇത് സെലക്ട് ചെയ്യാതെ മെസ്സേജ് ഫെയിലായി എന്ന് പറയാറുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആൾ ഇൻസ്റ്റാൻസ് എന്ന് കൊടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ 2ൽ നിന്നായിരിക്കും മെസ്സേജ് പോവുക. അതിൽ ഇനി ഒരു നമ്പർ നിന്നാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ആ നമ്പർ സ്പെസിഫിക് ആയിട്ടുള്ള ആ നമ്പർ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ നമ്പർ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. മെസ്സേജ് ടൈപ്പിൽ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് വിത്ത് മീഡിയ സെലക്ട് ചെയ്തുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഈ മെസ്സേജുകളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബിൽ നമ്പർ, ബിൽ ഡേറ്റ്, ബിൽ വാല്യൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കിവിടെ ഇനി ആ ഒരു ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് കൊണ്ടുവരികയാണ് വേണ്ടത്. നമുക്കിവിടെ വന്ന യൂസ് കോളം എന്നുള്ള ഭാഗത്ത് വന്നാൽ ഒന്നാമത് നെയിമാണ്. ഇനി അവരുടെ നെയിം വേണമെന്നുണ്ടെങ്കിൽ നെയിം നമുക്കതിൽ കൊടുക്കാൻ പറ്റും. ഈ നെയിമില്ലാതെ നമുക്ക് ബിൽ ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ വേരിയബിൾ 1 നമ്മളവിടെ കൊടുത്തു. ഇനി വേരിയബിൾ 2 എന്ന് പറയുന്നത് ഡേറ്റ് ആയിരുന്നു. അവിടെ വേരിയബിൾ 2 ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വേരിയബിൾ 3ൽ നമ്മൾ വാല്യൂ കൊടുത്തു. വേരിയബിൾ 3 അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത് കോണ്ടാക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. കോണ്ടാക്റ്റ് മാനുവലായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എക്സൽ ഫയലിലുണ്ടെങ്കിൽ എക്സൽ ഫയൽ ഇതേ രീതിയിൽ വേരിയബിളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അത് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ഇവിടെ ഇപ്പോൾ ഇനിയൊരു കോണ്ടാക്റ്റൊക്കെ ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് കോണ്ടാക്ട് റോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു കോണ്ടാക്ട് റോ നമുക്കിവിടെ വിസിബിളായിട്ട് വരും. ഓക്കെ, അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ എക്സൽ ഫയലിന് വേരിയബിൾ സെലക്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനുവലായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ദെൻ അതിന് ശേഷം ക്യാമ്പയിൻ ഒരു നെയിം മെസ്സേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നതിന് ശേഷം ക്യാമ്പയിന് പേര് കൊടുക്കുക. ഞാനിവിടെ ഫസ്റ്റ് എന്നുള്ളത് കൊടുത്തു, സെൻഡ് കൊടുത്തു. വ്യൂ റിപ്പോർട്ടിൽ നമുക്ക് പോവാം. ഇപ്പോൾ നമുക്ക് ഇത് സെൻഡിങ് എന്ന രീതിയിലാണ് കാണുന്നത്. സെൻഡ് ആയാൽ നമുക്കത് ഓരോ മെസ്സേജുകൾ ഇവിടെ കാണാൻ പറ്റും. വ്യൂ റിപ്പോർട്ടിൽ പോയാൽ 3 കോണ്ടാക്റ്റാണ് ഉള്ളത്. അതിൽ 1ൽ മെസ്സേജ് സെൻഡായി, 2 സെൻഡായിട്ടുണ്ട്, 3 സെൻഡായാൽ ഇവിടെ 3 എന്ന് കാണിക്കും. നേരത്തെ സെൻഡിങ് എന്നുള്ള ഭാഗത്ത് വന്നാൽ കംപ്ലീറ്റ് എന്നുള്ളത് കാണും. ഇപ്പോൾ അത് 3 സെൻഡായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം, ഇവിടെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ആ വിട്ട മെസ്സേജുകൾ പോയതിൻ്റെ ഒരു രീതി നോക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ള നമ്പറിൽ നമ്മൾ 96 മാത്രം കൊടുത്തിട്ടുള്ളൂ. മറ്റൊരു നമ്പറിൽ നോക്കുന്ന സമയത്ത് ഇതിൽ ഇൻവോയ്സും എല്ലാ ഡീറ്റെയിൽഡും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് കസ്റ്റമൈസ്ഡ് രീതിയിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഈ സോഫ്റ്റ്വെയറിലുണ്ട് എന്നുള്ളതാണ്. സെൻഡ് മെസ്സേജ് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് വെൽക്കം മെസ്സേജ് നോക്കാനുണ്ട്, അതുപോലെ തന്നെ ഓട്ടോ റീപ്ലൈ. ഈ 2 കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഗുഡ് ബൈ.